പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പൊതിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. സാർ നമസ്കാരം. നമസ്കാരം. പുതിയ ഒരു വിവാദ വാർത്തയാണ് ഇന്നലെ മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ കിരൺ ഇന്നലെ കുടുംബസമേതം ഗുരുവായൂർ സന്ദർശനം നടത്തിയുണ്ടായി. ഗുരുവായൂർ സന്ദർശനം നടത്തി എന്നുള്ളതല്ല, ക്ഷേത്ര സന്ദർശനം നടത്തി എന്നുള്ളതൊരു വാർത്തയല്ല. പക്ഷേ അദ്ദേഹവും കുടുംബവും ക്ഷേത്ര ദർശനം നടത്തി പുറത്തു വരുമ്പോൾ അവിടെ സമീപത്തുള്ള ചില ലോക്കൽ ചാനലുകളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകനായതിൻ്റെ പേരിൽ മാത്രമാണ് അവരങ്ങനെ ചെയ്യാൻ സാധ്യത. സാധാരണക്കാരായ ആളുകൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു കാരണവശാലും മാധ്യമങ്ങളെത്തി ആ ദൃശ്യങ്ങൾ പകർത്താറില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനാകട്ടെ ഈ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ചാനലുകാരോട് അപ്പോൾ തന്നെ ബലപൂർവം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുചര വൃന്ദന്മാരെ കൊണ്ട് അപ്പോൾ തന്നെ ആ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യിക്കുന്ന കാഴ്ചയാണ് പിന്നീട് പുറത്തു വന്നത്. ഇതുപോലെ തന്നെ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. മധുര പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലാ വിജയനും മധുരയിൽ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ, ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മലയാളത്തിലെ പ്രമുഖ യൂട്യൂബറായ ശീതൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അന്നും സമാനമായ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അന്ന് പറയപ്പെട്ടിരുന്നത് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹത്തിന് വിനയായിരിക്കുന്നു. ആ വിന ശനീശ്വര കോപത്തിന്, അയ്യപ്പ കോപത്തിന് പാത്രീഭവിച്ചിരിക്കുന്നു. അത് മാറുന്നതിന് വേണ്ടി ജ്യോത്സ്യരുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ എള്ള് ചേർത്ത ഭക്ഷണം ഭക്തന്മാർക്ക് വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രങ്ങളിലെല്ലാം പൂജ ചെയ്യണം എന്നുള്ള ഏതോ ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് അത്രേ അന്ന് വീണ വിജയനും കമലാ വിജയനും ബൃഹദീശ്വര ക്ഷേത്രം ദർശനം നടത്തിയത്. ഇന്നിപ്പോൾ ഗുരുവായൂരിൽ അദ്ദേഹത്തിന്റെ മകൻ വിവേക് കിരൺ ദർശനം നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അദ്ദേഹം ഭക്തനാണോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നതായി കണ്ടിട്ടില്ല. ശബരിമലയിൽ അദ്ദേഹം പോയത് അന്ന് ഔദ്യോഗിക ഭാരവാഹിത്വം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ചില പ്രഹസനങ്ങൾ ഇവർ നടത്തുന്നത്? ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ ദൃശ്യം പകർത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധപൂർവം എന്തിനാണ് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം? ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഇതുപോലുള്ള സമാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളെന്ന രീതിയിൽ എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതായത് ഗുരുവായൂർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് തായ്ക്കണ്ടി വന്നു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല. സത്യത്തിൽ പിണറായി വിജയൻ നിരീശ്വരവാദിയാകാം, മകൻ നിരീശ്വരവാദി ആകണമെന്നില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് അത് വന്ന് അതിനുശേഷം പത്രക്കാരെ അദ്ദേഹത്തിന് കാണാം. കാരണം മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ള രൂപത്തിൽ വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നിരീശ്വരവാദിയാണെന്നാണ് ലോകത്തോട് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വന്നാൽ അദ്ദേഹത്തിന് പറയാം, ഞാൻ പിണറായി വിജയൻ്റെ മകനാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ അതുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നു, തൊഴാൻ വന്നു എന്ന് പറഞ്ഞതിന് എന്താ തെറ്റ്? അവിടെ വാർത്തയായത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ബലപ്രയോഗം നടത്തി ഡിലീറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ്. പക്ഷേ സത്യമല്ലാതെ വരില്ലല്ലോ. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് വീഡിയോ എടുത്ത് പുറത്തു വരാൻ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തേണ്ടടുത്ത് എത്തും, അതപ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കും. അതാണ് ഗുരുവായൂർ നടന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഒരു മുഖംമൂടി അണിഞ്ഞ ഒരു ആളായിരുന്നു വിവേക് തായ്ക്കണ്ടി എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ കാര്യം. വിവേക് തായ്ക്കണ്ടി അന്നേരം ശരിയായ ഭക്തനല്ല, ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ളത് തെളിയുകയാണ്. അതായത് അദ്ദേഹം അത്ര വിശ്വാസിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല ചെയ്തത്. പകരം വിശ്വാസത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ വന്നത് പല കാര്യങ്ങൾക്കുമായിരിക്കാം. ഒന്ന്, ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്, ഇലക്ഷൻ സമയത്ത് പിണറായി വിജയൻ വിജയിക്കണമെന്നുള്ള പ്രാർത്ഥിക്കാനായിരിക്കാം. സ്വന്തം പിതാവ് വിജയിക്കണം, വീണ്ടും ഭരണം കിട്ടണം. ഭരണം കിട്ടിയില്ലെങ്കിൽ എന്താണ് വരാൻ പോണത്? പിണറായി വിജയൻ ഇപ്പോൾ ഭരണത്തിലുള്ളത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. അതായത് സ്വർണ്ണ കളക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പും അതേപോലെ മകളുടെ പേരിലുള്ള
കരിമണൽ കർത്തയുടെ SFIO കേസും എല്ലാം തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇരിക്കുകയാണല്ലോ. ലാവ്ലിൻ കേസ് അതിലപ്പുറത്തേക്ക് മകൻ കുടുങ്ങുന്ന വലിയ കേസുകളുണ്ട്. മകൻ കുടുങ്ങുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏകദേശം 10,000 കോടി രൂപ വിദേശത്ത് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലുമായിട്ട് മകന്റെ നേതൃത്വത്തിൽ മകന്റെ കൈവശമായിട്ട് തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ബിനാമി ഇടപാടുകളെല്ലാം തന്നെ മകനാണ് നോക്കുന്നത് എന്ന് കാണിക്കുന്ന രേഖ ക്രൈമിന്റെ ഓഫീസിൽ നിന്നാണ് പോലീസ് പിടിച്ചുണ്ടായത്. 10,000 അല്ല, എൻ്റെ അടുത്ത് 10,000 ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 1,00,000 കോടി രൂപയുടെയെങ്കിലും വിദേശത്ത് പല യൂസഫ് അലിയുടെ കമ്പനികളിലടക്കം പല പ്രോജക്റ്റിലടക്കം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ എനിക്ക് ഇൻഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സൂക്ഷിപ്പുകാരൻ പിണറായി വിജയന്റെ മകൻ വിവേക് തൈക്കണ്ടിയാണ്. നമുക്കറിയാം വിവേക് തൈക്കണ്ടി ആരാണ്? മുമ്പ് SMS കോളേജിൽ നിന്ന് മാർക്കില്ലാതെ കുറഞ്ഞ മാർക്കിൽ പാസ്സായ ഒരാളാണ്. BCom പാസ്സായതിനു ശേഷം ഇവിടെ നിന്ന് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നു. അവിടെ 1 കോടി രൂപ ചെലവഴിച്ചാണ് ആ കാലഘട്ടത്തിൽ ഒരു പാർട്ടി സെക്രട്ടറി മാത്രമായ പിണറായി വിജയന്റെ മകൻ പഠിക്കുന്നത്. ഇവിടെ നിന്നാണ് ആ പണം കിട്ടിയത്. മാത്രമല്ല അദ്ദേഹത്തിന് രാജകീയമായ താമസമായിരുന്നു. അവിടെ ദിലീപ് രാഹുലൻ എന്ന് പറയുന്ന പസഫിക് കൺട്രോൾസിന്റെ ഉടമയാണ് അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി. യൂസഫ് അലിയാണ് ബാക്കി കാര്യങ്ങൾ അന്ന് ഏർപ്പെടുത്തിയത്. അതായത് പിണറായി വിജയന്റെ മകൻ രാജകീയമായിട്ടാണ് പഠിച്ചതെങ്കിൽ മകൾ പഠിച്ചത് അമൃത എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്, കോയമ്പത്തൂര്. അദ്ദേഹത്തിന് 5 പൈസ മേടിക്കാതെയാണ് അവിടെ കൊണ്ടുപോയി ചേർത്തിയതും അവിടെ നടത്തിയത്. അതിനുശേഷം അദ്ദേഹം തുടർന്നുള്ള പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിർത്തി പഠിപ്പിച്ചുള്ളത് PNC മേനോൻ എന്ന് പറയുന്ന കുത്തക ശോഭ ഡെവലപ്പേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ കുത്തക മുതലാളിയായ PNC മേനോന്റെ വീട്ടിൽ നിർത്തിയാണ്. അങ്ങനെ രാജകീയമായി മക്കളെ പഠിപ്പിച്ചു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മുമ്പ് ശങ്കരാടി പറഞ്ഞ പോലെ ശങ്കരാടിയും അതേപോലെ സന്ദേശം സിനിമയിൽ ശ്രീനിവാസനും ശങ്കരാടിയും കൂടി പറയുന്ന ആ ഭാഗം നമുക്ക് കൊടുക്കാം. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോതിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. കണ്ടല്ലോ, അതിൽ കൃത്യമായി ശങ്കരാടിയോട് പറയുന്ന ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, നീ അപ്പൊ അത് പോവരുത് എന്ന് പറയുമ്പം നിങ്ങളും പോവാറുണ്ടല്ലോ, ഞാൻ കാണാറുണ്ടല്ലോ എന്ന് പറയുന്ന ഇതോടുകൂടി നമ്മൾ രണ്ടാളും ചെയ്യുന്നത് വേറെ ആരും അറിയണ്ട എന്നുള്ള ഒരു കാര്യം പറയുന്ന ഇതാണ് നമ്മൾ ഓർമ്മ വരുന്നത്. അതായത് നേതാക്കന്മാരെല്ലാം ഇതേപോലെ രഹസ്യമായി അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ 1 കൊല്ലം മുമ്പാണ് സീതൽ എന്ന് പറയുന്ന ധീരയായ പത്രപ്രവർത്തക അവരുടെ ചാനലിൽ പുറത്തു കൊണ്ടുവന്നത് തഞ്ചാവൂരിൽ ഒരു ക്ഷേത്രത്തിൽ ഭാര്യയും മകളും കൂടെ പൂജ നടത്താൻ പോവുകയും പൂജ നടത്തി സിന്ദൂരമൊക്കെ അണിഞ്ഞ് പുറത്തു വരികയും പിന്നെ സെൽഫി എടുക്കാൻ സമയത്ത് ഫോട്ടോ സിന്ദൂരം മാച്ചു കളയുന്ന കാപട്യത്തെയാണ് അവർ പുറത്തു കൊണ്ടുവന്നത്. അത് അവർ ആ ധീരതയെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം പിണറായി വിജയന്റെ ഭാര്യയും മകളും ഇങ്ങനെ പോകുന്നത് പുറം ലോകം അറിയുന്നത് പിണറായി വിജയന്റെ ഇമേജിന് ഉണ്ടാക്കുന്ന ഡാമേജ് എത്രയാണെന്ന് നമുക്കറിയാം. കാരണം പിണറായി വിജയൻ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചിട്ടുള്ളത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി ധീരത കാണിച്ചു, നവോത്ഥാനം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം നിരീശ്വരവാദി എന്നറിയപ്പെടുന്ന പിണറായി വിജയന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന സംഭവമാണ് മകളും ഭാര്യയും ചെയ്തതെന്ന് പുറം ലോകത്തെ അറിയിച്ച ആളാണ് നമ്മുടെ ശ്രീധർ. സാർ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഇടപെട്ടത് ആ ഇടപെടലുകൾ തെറ്റായിരുന്നു എന്ന് പിന്നീട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കേണ്ടതായിട്ട് വന്നു. വിശ്വാസി സമൂഹത്തിനോടൊപ്പമാണ്, വിശ്വാസി സമൂഹത്തിനോട് ചേർന്ന് നിന്ന് തന്നെ വേണം ശബരിമല പോലുള്ള സ്ഥലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടാൻ എന്നുള്ള രീതിയിൽ പിന്നീടും അത് മാറ്റി പറയേണ്ടതായിട്ട് വന്നു. ഇലക്ഷൻ കാലം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ആ കാലഘട്ടത്തിലുണ്ടായ സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. വലിയ പ്രചരണം നടത്തുകയും നവോത്ഥാനം അതിലുണ്ടാക്കിയും അദ്ദേഹമാണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്ത്രീകളെ ഇറക്കി നവോത്ഥാന മതിലുണ്ടാക്കുകയും അതിന്റെ ചെയർമാനായിട്ട് ആരെയെ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് കാട്ടുകള്ളനെയാണ് വെച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആ മതിലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും അതിന്റെ അർത്ഥം എന്താണ്? ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കാപട്യക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം പിന്നീട് അത് മാറ്റി. വോട്ട് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പരസ്യമായി തന്നെ മാറ്റി. ജനങ്ങൾ ശബരിമല ഇഷ്യൂവിൽ 100% എതിരാണെന്നും വോട്ട് കംപ്ലീറ്റ് CPM-ലെ അണികളടക്കം UDF-നാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അഫിഡവിറ്റ് ഒക്കെ അടക്കം കൊടുത്തിരിക്കുകയാണ്. അത്രയും കാപട്യം നിറഞ്ഞ ഒരാളാണ്. അതിലപ്പുറത്തേക്കുള്ള ഒരു കാര്യം, അദ്ദേഹം ക്ലിഫ് ഹൗസിൽ
മന്ത്രവാദികളെ കൊണ്ടുവന്ന് പല പൂജാകർമ്മങ്ങളും ചെയ്യാറുണ്ട്, ആഭിചാരിക ക്രിയകളും എല്ലാം നടത്താറുണ്ടെന്നുള്ള വിവരങ്ങൾ ക്രൈമാണ് ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് അതിനെ സ്ഥിരീകരിക്കുന്ന ധാരാളം സംഭവങ്ങൾ പശുത്തൊഴുത്തുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷമാണെന്നാണ് പറയുന്നത്. അല്ല, പശുത്തൊഴുത്തും വലിയ ക്ലിഫ് ഹൗസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി, വാസ്തുശില്പ പ്രകാരം ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി, ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റി, ചില മരങ്ങൾ മുറിച്ചു മാറ്റി എന്നൊക്കെ പറയുന്ന കാര്യം ഉണ്ടായി. പ്രേതബാധ ഉണ്ടായിരുന്നു. ആ പ്രേതബാധ മുമ്പ് അവിടെ ഏതൊരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ബാധ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കാര്യം ഉണ്ടാവുകയും പിണറായി വിജയൻ രാത്രി കാലങ്ങളിൽ പേടിച്ച് നിലവിളിക്കുന്നുണ്ടെന്നും അത് അയ്യപ്പൻ വന്ന് പേടിക്കുന്ന രൂപത്തിൽ വരുന്നതാണെന്നും ഒക്കെ പറഞ്ഞ വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ് ജ്യോത്സ്യന്മാർ പുറത്തുവിടുന്ന കാര്യങ്ങളല്ലേ, അല്ലാതെ നമ്മളാരും പുറത്തുവിടുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന മൊത്തത്തിൽ ഉഡായിപ്പാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനും കൊള്ളക്കാരനും തട്ടിപ്പുകാരനായ പിണറായി വിജയൻ വെറും ഒരു കാപട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്. മാതൃകാപരമായിട്ടുള്ള ഒരാളല്ല. എല്ലാം മുഖംമൂടിയാണ്. ജനങ്ങളുടെ മുന്നിൽ പറയുന്നത് നിരീശ്വരവാദിയായിട്ടും ഫാമിലി മുഴുവൻ ഈശ്വരവാദികളായിട്ടും നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ കാപട്യം തുടരുന്നത്? മക്കൾക്ക് പറഞ്ഞൂടെ ഞാൻ വിശ്വാസിയാണ്, എൻ്റെ പിതാവ് അങ്ങനെയല്ല എന്ന് വെച്ചിട്ട് എനിക്ക് വിശ്വാസിയായിക്കൂടെയും ചോദിച്ചൂടെ? സാർ, അത് തന്നെയാണ് ഇവിടെ നമ്മളിത് ചർച്ചയ്ക്ക് വിഷയം എടുത്തിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകനാവട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ബന്ധുക്കളാരും ആവട്ടെ, അവർക്കെല്ലാവർക്കും വ്യക്തികൾ എന്ന രീതിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന അത് ഉറപ്പുവരുത്തുന്നുണ്ട്. അച്ഛൻ നിരീശ്വരവാദിയാണെങ്കിലും മകനും മകൾക്കൊക്കെ ഈശ്വരവിശ്വാസിയാകാം. അത് അവരുടെ അഭിപ്രായമാണ്, വിശ്വാസമാണ്. അതിനാരും തടസ്സം ചെയ്യില്ല, ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്തിനാണ് ഈ ഗുരുവായൂർ പോലുള്ള ഒരു ക്ഷേത്രം ദർശനം നടത്തി പുറത്തു വരുമ്പോൾ അത് ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ മകനെ കണ്ടപ്പോൾ വീഡിയോയിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെയാണ് സാറ് പറഞ്ഞതുപോലെ കാപട്യത്തിന്റെ മുഖം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഓർക്കേണ്ട EMSനെയാണ്. EMS എന്ന് പറയുന്നത് ജനിച്ചത് വളർന്നിട്ടുള്ള പഴയ അന്ധവിശ്വാസങ്ങളുടെ കൂടാരത്തിലാണ്. പഴയ ഒരു ഇല്ലത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്ന പഴയ ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം സർക്കാരിന് പാർട്ടിക്ക് വിട്ടുകൊടുത്തു. അദ്ദേഹം അതിൽ നിന്നൊക്കെ സ്വതന്ത്രമായി അതിനുശേഷം അദ്ദേഹം ഭാര്യയും കൊണ്ട് ആര്യ അന്തർജനയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമില്ല, അവരുടെ വിശ്വാസത്തെ ഞാൻ ഹനിക്കാറില്ല എന്ത് അന്തസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സാർ, പിന്നീട് ഒന്ന് ഇടപെട്ടോട്ടെ, പിന്നീട് ഒരിക്കൽ മറ്റൊരു സംഭവം കൂടി കൂട്ടി വായിക്കാൻ ഞാൻ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. EMSന്റെ മകന്റെ കുട്ടിയോ മകളുടെ കുട്ടിയോ EMS ആണ് എഴുത്തിനിരുത്തിയത്. അതൊരു വിജയദശമി നാളിലാണ് എഴുത്തിനിരുത്തിയത്. അങ്ങനെയാണെന്ന് വിശ്വാസമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വിജയദശമി നാളിൽ എഴുത്തിനിരുത്തുക? സാധാരണ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട് വിദ്യാരംഭം കുറിക്കുന്നത് വിജയദശമിക്കാണ്. ഈ വിജയദശമിക്ക് അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാളെ എന്തിനു എഴുത്തിനിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും നേരത്തെ സാറ് പറഞ്ഞ പോലെ സന്ദേശം എന്ന ശ്രീനിവാസന്റെ സിനിമയിൽ ശങ്കരാടിയുടെ അല്ലെങ്കിൽ ശ്രീനിവാസന്റെ കഥാപാത്രം പറയുന്നത് പോലെ അവർക്ക് ഉള്ളിലുള്ള രൂഢമൂലമായ വിശ്വാസം പൊതിഞ്ഞു പിടിക്കുകയും മറ്റുള്ള ആളുകൾ അതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു കപട വിശ്വാസ മുഖം തന്നെയാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അല്ല, നമ്മൾ ബലികുടീരങ്ങളിൽ എല്ലാ വർഷവും പുഷ്പാർച്ചന നടത്തുന്നത് എന്താണ്? ഒരു വിശ്വാസമല്ലേ? അത് ദൈവ വിശ്വാസ തുല്യമല്ലേ? മരിച്ച ആളുകൾക്ക് എന്തിനാ പുഷ്പാർച്ചന നടത്തുന്നത്? അവരുടെ സ്മരണാഞ്ജലി, ആത്മാക്കൾക്ക് അഞ്ജലി തന്നെയാണ്. അത് അവർക്ക് അവിടെ നടത്തേണ്ട ആവശ്യം. അവർക്ക് ഫംഗ്ഷൻ നടത്താം, ഞങ്ങളെ നേതാക്കന്മാർ മുമ്പുണ്ടായിരുന്നു, ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ മറ്റു നടത്തുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗം തന്നെ, എഴുത്തിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ്. അത് അന്ധവിശ്വാസമായിട്ട് കരുതാം. പക്ഷെ കുട്ടികളെ അവരെ കുട്ടിപ്രായത്ത് അവരെ എഴുത്തിനിരുത്തുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്, അതിലപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെയും കാണണ്ട. പക്ഷെ ഇതങ്ങനെയല്ല. അത്തരം കാര്യം പറഞ്ഞത് വിശ്വാസപരമായ കാര്യങ്ങൾ അത്ര കണ്ട് താല്പര്യമില്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസത്തിൽ ഇതാകാമല്ലോ. ഇപ്പൊ എഴുത്തിനിരുത്തണം എന്നുണ്ടെങ്കിൽ വിജയദശമിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഏത് ദിവസവും നമുക്ക് എഴുത്തിനിരുത്താമല്ലോ. അപ്പൊ EMS നമ്പൂതിരിപ്പാടിനെ പോലെ പരസ്യമായി താൻ ഒരു വിശ്വാസിയല്ല എന്ന് പറയുകയും ഇത്തരം കാര്യങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്യുകയും അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന ഒരു സംശയം മാത്രം ഞാൻ ഇവിടെ പങ്കുവച്ചില്ല. അതിലപ്പുറത്തേക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെട്ടിരിക്കുന്ന നൂലാമാല ചെറുതൊന്നല്ല. മകൻ വന്നിരിക്കുന്നതും ഇനി മകള് പോയിട്ടും കുടുംബം പോയിട്ടും പല അമ്പലങ്ങളിലും രഹസ്യമായി പോകുന്ന വിവരങ്ങളും പൂജ നടത്തുന്ന കാര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഗുരുവായൂർ അമ്പലത്തിന് മാത്രമൊന്നുമല്ല, അത് രഹസ്യമായിട്ട് ആരും പുറത്തു വിടുന്നില്ല. ഭീഷണിപ്പെടുത്തിയിട്ട് പേടിപ്പിച്ച് നിർത്തുന്ന പല കാര്യങ്ങളുകൊണ്ടാണ് ആ രേഖകൾ പുറത്തു വരാത്തത്. എന്തിനാണ് ഇവര് പൂജ നടത്തുന്നത്? വലിയ തോതിലുള്ള ശനി പിണറായി വിജയനെ ബാധിച്ചിട്ടുണ്ട്.
ചിലപ്പോൾ അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടും, ജയിലിലാകും എന്ന് പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ മാത്രമാണോ അകത്താവുക? ഇപ്പോൾ എം വി ഗോവിന്ദൻ പയ്യന്നൂരിൽ ഒരു ജ്യോത്സ്യരെ സന്ദർശിച്ച സംഭവം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാം. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റ് മാറ്റി എന്തിനാ? അദ്ദേഹം പൊതുവാൾ എന്ന് പറയുന്ന പയ്യന്നൂരിലെ പ്രഗത്ഭനായ ജ്യോത്സ്യനെ കണ്ടിട്ടാണ്, ടൈം നിശ്ചയിച്ചിട്ടാണ് ഡേറ്റ് മാറ്റുന്നത്. എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെയുള്ള AKG സെന്ററിന്റെ ഉദ്ഘാടനം പുതിയതായി നിർവഹിച്ചത് തിരുവനന്തപുരത്ത് 10-ാം ഉദയത്തിനായിരുന്നു. ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് 10-ാം ഉദയം നല്ല ഡേറ്റ് ആണെന്ന് കണ്ടിട്ട് ആ ദിവസത്തിലായിരുന്നു അവര് അവിടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പൊ നമ്മളിവിടെ കാണേണ്ടത് വിശ്വാസങ്ങളെയൊക്കെ പൂർണ്ണമായി ഒരാൾക്കും തള്ളിപ്പറയാൻ പറ്റില്ല. അത് ചില സന്ദർഭങ്ങളിൽ അപകടത്തിൽപ്പെടുമ്പോൾ പിന്നെ വിശ്വാസത താനെ വരും. അപകടം എന്ന് പറഞ്ഞാൽ കട്ട് എല്ലാ സമയത്തും കട്ട് പിടിക്കില്ല എന്ന് ധരിക്കുന്നത് തെറ്റാണ്. ഇത് മോഷണം ലോകം മുഴുവൻ അറിയാണ്. ആ അറിയുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് BJP ഗവൺമെന്റ് ആണ്. അപ്പൊ ആ BJP ഗവൺമെന്റ് എന്തിനാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്? ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന കേരളത്തിൽ അവർക്ക് ഒരു കാരണവശാലും പരാജയമുണ്ടാകാൻ, ഇവിടെ അവർ വിജയിക്കരുത്, കോൺഗ്രസ് വിജയിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ആ കേരള സംസ്ഥാനത്ത് അതിനെ തടഞ്ഞു നിർത്താൻ BJPക്ക് കഴിയില്ല, പകരം പിണറായി വിജയന് കഴിയും. പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ BJP നേതാവാണ് ശരിക്കും. കാരണം ഇവിടെയുള്ള BJP നേതാക്കന്മാരെക്കാളും സ്വാധീനം സെൻട്രൽ ഗവൺമെന്റിലുണ്ട്. പക്ഷേ ഇത്തവണ ഭരണം നഷ്ടപ്പെട്ടാൽ സെൻട്രൽ ഗവൺമെന്റ് എന്തിനാണ് പിണറായി വിജയൻ? ഇപ്പൊ പിണറായി വിജയൻ പിന്നെ ഇവിടെ CPM ഇവിടെ BJP വളരണമെങ്കിൽ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള വ്യക്തമായ 1, 2, 3, 4 കേസുകളല്ല, നിരവധി കേസുകളാണ് അദ്ദേഹത്തിനെതിരെയും CPM നേതാക്കന്മാർക്കെതിരെ ഉള്ളത്. ആ കേസുകൾ ഏത് സമയത്തും പൊക്കാം. ആ പൊക്കുന്ന ഭരണം നഷ്ടപ്പെടരുതെന്ന് മാത്രമല്ല, ഭരണം നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ ഈ കേസുകൾ കുടുങ്ങിപ്പോയത്. കേസുകൾ കുടുങ്ങാന്ന് പറഞ്ഞാൽ എന്താ? പിണറായി വിജയൻ മാത്രമാണോ പ്രതിയാവുക? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആ കേസ് മുന്നോട്ട് പോവില്ല എന്ന് പറയുന്നതിന് കാരണം എന്താ? തൊണ്ടി മുതൽ പിടിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ പിണറായി വിജയൻ മോഷ്ടിച്ച പണം എവിടെയാണ്? അത് മകനും മകളും കൂടിയാണ് കാവൽ നിൽക്കുന്നത്, സൂക്ഷിക്കുന്നത്. പല സ്ഥലങ്ങളിലായി, അവരെ പല അക്കൗണ്ടുകളിലായി, അവരുടെ ബന്ധപ്പെട്ട ബിനാമി അക്കൗണ്ടുകളിലോ അവരുമായി ബന്ധപ്പെട്ട നേരിട്ട് അക്കൗണ്ടുകളിലോ ആണ് സൂക്ഷിക്കുന്നത്. ഏറ്റവും ഉദാഹരണം, എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വന്ന 1,76,00,000 രൂപയിൽ പറയുന്ന ആദായ നികുതി സെറ്റിൽമെന്റിന്റെ വിധിയിൽ എന്താ പറയുന്നത്? പിണറായി വിജയന്റെ സ്വാധീനത്തിൽ, മുഖ്യമന്ത്രി എന്ന സ്വാധീനത്തിൽ CMRL കമ്പനി കൊടുത്ത പണമാണിത്. അവിടെ ഒരു സേവനം നടത്തിയില്ല. അപ്പൊ അത് പിണറായി വിജയനും കൊടുക്കും, മകളും കൊടുക്കും. ഇതേപോലെ ഇവിടെ നിന്ന് പിണറായി വിജയൻ മോഷ്ടിച്ച അല്ലെ തട്ടിപ്പ് നടത്തിയ കൊള്ള ചെയ്ത പണമെല്ലാം തന്നെ വിദേശത്ത് പല സ്ഥലങ്ങളിലായിട്ട് പല പ്രമുഖ ബിസിനസ്സുകാരുടെ പല പദ്ധതികളും നിക്ഷേപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മകന്റെയും മോളയുടെയൊക്കെ പല ബിനാമി അക്കൗണ്ടുകളിലോ നേരിട്ട് അക്കൗണ്ടുകളിലോ വന്നിട്ടുണ്ട്. അബുദാബി ബാങ്കില്, കൊമേഴ്ഷ്യൽ ബാങ്കില് അവിടെ നിക്ഷേപമുണ്ടെന്നുള്ള കാര്യം അടുത്ത കാലത്ത് ഷോൺ ജോർജ് പുറത്തുവിടുകയുണ്ടായി. അത്തരം കാര്യങ്ങൾ രേഖ പുറത്തുവിട്ടാൽ ആ ബാങ്കുകാർക്ക് അറസ്റ്റ് ചെയ്യേക്കാമെന്നുള്ളതാണ് രേഖ നേരിട്ട് പുറത്തുവിടാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് നിഷേധിക്കാൻ ഇതുവരെ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. ഇത്രയും പരസ്യമായിട്ട് ഷോൺ ജോർജ് പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഇവർക്ക് വിദേശത്തുള്ള അക്കൗണ്ടുകളിൽ മകനും മകളും ഒക്കെ പെടും. അപ്പോൾ അച്ഛൻ പെട്ടാലും എന്നെ പിടിക്കരുതേ എന്ന് പറയാനും കൂടിയായിരിക്കാം പിണറായി വിജയൻ മകൻ അവിടെ പോയി ഗുരുവായൂരിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടാവുക. കാരണം ഇപ്പോൾ ദൈവത്തെ അവസാന രക്ഷയായിട്ട് ദൈവത്തിന്റെ കാൽക്കൽ വീഴുകയാണ്. ഇത്രയും കാലം അത് ഉണ്ടായിരുന്നില്ല. ഇപ്പം പിടിക്കപ്പെടും എന്ന് പറയുന്ന സമയത്താണ് പലരും ദൈവത്തിന്റെ അടുത്ത് നിന്ന് നെഞ്ചടിച്ച് കരയുക. കാരണം ഒരു കൊലപാതകം നടത്തിയാലും തട്ടിപ്പടത്തിയാലും അതിന്റെ ഒരു ഓഹരി അവിടെ എന്തെങ്കിലും നിക്ഷേപം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 കോടി പറ്റിച്ചാൽ ഒരു 1000 രൂപയെങ്കിലും ദൈവത്തിന് കൊണ്ടുകൊടുത്ത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നെഞ്ചത്തടിച്ചു കഴിഞ്ഞാൽ ദൈവം സംരക്ഷിക്കുന്ന അവരുടെ വിശ്വാസമാണ്. ഇത്രയും ധർമ്മ സംസ്ഥാപനമാണ് ഈ ശ്രീയമായ ധർമ്മം എന്നാണ് നമ്മളൊക്കെ പഠിച്ചേക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ സദാചാര സന്മാർഗ പാഠം. ഇപ്പം ഞാനൊരു കൊലപാതകം ചെയ്തുകൊണ്ട് എന്നെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ കോടിക്കണക്കിന് രൂപ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ടൊന്നും അതുകൊണ്ട് ഫലമുണ്ടാകില്ല എന്നാണ് അത്തരം ആത്മീയ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മകന് ഗുരുവായൂർ ദർശനം കൊണ്ട് എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് സാധിക്കുമാറാകട്ടെ എന്നല്ലാതെ നമുക്ക് മറ്റെന്ത് പറയാൻ സാധിക്കും? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന് അവനവൻ തന്നെ അനുഭവിച്ചിടണം. അത് ആർക്കും വേറെ ആർക്കല്ല, അത് ദൈവനിശ്ചയമാണ്. അത് ഗുരുവായൂരപ്പനെ പോയി കണ്ടാലും ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചാലും അത് തഞ്ചാവൂരിൽ ഏതെങ്കിലും ക്ഷേത്രമായി കടന്നൂരുണ്ടാലും ആ പാപക്കറ മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതിനെ അനുഭവിച്ചേ പറ്റുള്ളൂ.
അത് അനുഭവിക്കാൻ പോകുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്ന് ഓരോ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ കാണുകയാണ്. അപ്പം എല്ലാ വഴിയും പരിശോധിക്കുന്നു, ഈ വഴി നോക്കുന്നു. പക്ഷെ അത് ആർക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആ തടഞ്ഞു നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഫോട്ടോ പുറത്തു വന്നത്. ഇപ്പൊ നാറിയതാരാണ്? അവർ തന്നെയല്ലേ. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് മനസ്സിലാക്കാം. എത്ര അടിച്ചമർത്തിയാലും സത്യം ഒരു ദിവസം പുറത്തു വരും. 1000 സ്വർണ്ണപാത്രങ്ങൾ മൂടി വെച്ചാലും എന്നുള്ള ആപ്തവാക്യമാണ് ഇവിടെ ശരിയാവുന്നത്.